ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ വിഷയം ക്രോമ കീ. ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുക, പിന്നെ നമുക്ക് വേണ്ട ഒബ്ജക്റ്റ് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഒരു സ്ഥലം മാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അവിടെ മാത്രം നമുക്ക് TV സ്ക്രീന് കിട്ടണമെങ്കിൽ ആ ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ള കുറേ സംശയങ്ങൾ ഓരോരുത്തരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടി ഒരു മറുപടി, ഒരു വീഡിയോ. ബാക്കിയുള്ള ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ മെസ്സേജിൽ വന്നാൽ മതി. മെസ്സേജിൽ എൻ്റെ നമ്പറുണ്ട്, ആ നമ്പറിൽ വാട്സപ്പിൽ വന്നാൽ മതി, ബാക്കി ക്ലിയർ ആക്കി തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോമയ്ക്ക് ഉപയോഗിക്കണം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വേണം. നമ്മൾ ഫ്രണ്ടിലൊരു ഇമേജ് വെച്ചിട്ട് അത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് പിന്നെ കാണാം. അത് കിൻമാസ്റ്ററിൽ പിന്നെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെ ആവും. സെറ്റ് ചെയ്യണം, പിന്നെ നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ഇതേപോലെ ഒരു വാള് അല്ലെങ്കിൽ ഒരു കർട്ടൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കർട്ടൻ്റെ കളർ കറക്റ്റ് ആവും. കറക്റ്റ് കളർ അയക്കാം. ഏതെങ്കിലും ഒരു കളർ, റെഡാണോ റെഡ്, വൈറ്റ്, യെല്ലോ, ബ്ലൂ ആണ് ഒന്നുകൂടി കറക്റ്റ് ആവുക കട്ട് ചെയ്യാൻ. ക്രോമ ചെയ്യുമ്പോൾ കറക്റ്റ് കട്ടായി വരിക ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്യുന്ന നന്നാവുക. നമുക്കത് കറക്റ്റ് ചെയ്യാം. ബ്ലൂ വാൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇത് കണ്ടില്ലേ ഞാൻ ഉപയോഗിച്ചത്. ഇത് കുറച്ച് പിക്ചറുകളൊക്കെ ഉണ്ട് ഇതിൽ, പക്ഷേങ്കിൽ ചെറിയ ഷെയ്ഡ് ഉള്ള പിക്ചറാണ്, അതുകൊണ്ടൊക്കെ കട്ടായി കിട്ടും, പ്രശ്നമൊന്നുമില്ല. പിന്നെ ലൈറ്റിങ് കറക്റ്റ് ആവുക, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിങ് കറക്റ്റ് ആവുക. ആ കറക്റ്റിൽ അതിൽ എന്തെങ്കിലും ഷെയ്ഡോ ഒക്കെ വന്നാൽ അത് കട്ടായി കിട്ടില്ല. ആ ഭാഗം മാത്രം ഇങ്ങനെ നിൽക്കും, കട്ടാവാതെ നിൽക്കും കീ ഉപയോഗിക്കുമ്പോൾ. ഇപ്പം നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ലെയർ സെലക്ട് ചെയ്യുക. ലെയർ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഓപ്ഷൻ വരും. ഓപ്ഷൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ അതിൽ കാണാം ക്രോമ കീ. അത് ഓക്കെ അടിക്കാം. ക്രോമ കീ ഓക്കെ അടിച്ചിട്ട് അതിൽ ഓപ്പൺ ആക്കുക. ക്രോമ കീ ഓപ്പൺ ആക്കിയത് അതിൽ ഓപ്ഷൻ ഉണ്ടാവും. കളർ നമുക്ക് ഈ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലൂ ആണ് സെലക്ട് ചെയ്യുന്നത്. ബ്ലൂ സെലക്ട് ചെയ്യുക. ബ്ലൂ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ഏകദേശം കട്ടായി കാണും. ബ്ലൂ ഭാഗങ്ങൾ മൊത്തം കട്ടാവും. നമ്മുടെ ഫ്രണ്ട് നമ്മളെ ഈ ഇമേജ് നമ്മൾ എന്തിനാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് ആ ഇമേജിൻ്റെ മുകളിൽ ഈ കളർ പറ്റില്ല. നമ്മൾ ബ്ലൂ ഷർട്ട് ഇട്ടിട്ട് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഷർട്ടൊക്കെ കട്ടായി പോകും. കളർ മാത്രമാണ് പോവുക. കളർ ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റൊക്കെ പോകും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആക്കിയാൽ പിന്നെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എഡ്ജുകൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കാണാം. അങ്ങനെ കട്ടായി പോകുന്നത് കാണാം. ഇപ്പോൾ ഫുള്ള് നമ്മൾ ലൈറ്റൊക്കെ കയറിയുണ്ടെങ്കിൽ, ബ്ലൂ ലൈറ്റൊക്കെ കയറിയുണ്ടെങ്കിൽ ആ ഭാഗം കൂടി കട്ടായി പോകും. അപ്പോൾ നമ്മൾ എഡ്ജിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ക്രോപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നു. പിന്നെ നമ്മൾ ഉള്ളിൽ കിടക്കുന്ന വേറെ എന്തെങ്കിലും സൈഡിൽ എന്തെങ്കിലും ഭാഗങ്ങൾ ഇതിൽ കട്ടാവാതെ വന്നിട്ടാണെങ്കിൽ അതിൽ തന്നെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. ആ ഓപ്ഷനിൽ തന്നെ മുകളിലേക്ക് ഉണ്ട് ക്രോപ്പ് ഓപ്ഷനിൽ. ആ ഭാഗം നമ്മൾ ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ വീഡിയോ ഒന്നുകൂടി വേറൊരു ഒബ്ജക്റ്റ് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഈ സ്ക്രീൻ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അതേപോലെ നമുക്ക് TV അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിൻഡോ ഒക്കെ ആ രൂപത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ ഉപയോഗിച്ചത് ഗ്രീൻ കീ ആണ്. അപ്പോൾ ഗ്രീൻ കീ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വേറെ പിക്ചറുകൾ, വീഡിയോസൊക്കെ കൊണ്ടുവന്ന് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ TV സ്ക്രീനൊക്കെ ഉപയോഗിക്കുന്നു അതേ രൂപത്തിൽ ഉപയോഗിക്കാം. ഇത് നമ്മൾ മീഡിയയിൽ സേവ് ചെയ്ത് വെച്ച ഫയലുകൾ ഉണ്ടാവും. നമ്മൾ വീഡിയോ എടുത്തു വെച്ച വീഡിയോ അത് നമുക്ക് ഓവർലേ ആയിട്ട് ഇതിലേക്ക് ടൈം ലൈനിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള വെച്ചാൽ ആ രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഫുൾ സ്ക്രീനായിട്ടോ സൈഡ് സ്ക്രീനായിട്ടോ എങ്ങനെയും ചെയ്യത്. എന്നിട്ട് ഈ ലെയറിൻ്റെ ഓപ്ഷനിൽ പോവാം. ഈ ലെയറിൻ്റെ ഓപ്ഷൻ ഇതാ കണ്ടില്ലേ, സ്ക്രോൾ ചെയ്ത് മുകളിലെത്തിയാൽ ഇതാ ക്രോമ കീ. ഈ കീ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആക്കാൻ പറയും നമ്മളോട്. എനേബിൾ ആക്കുമ്പോൾ ഫുള്ളായിട്ടാണ് വരിക. പിന്നെ നമ്മൾ അതിലുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഗ്രീൻ കളറാണല്ലോ ബോർഡ് എടുത്തത്, ആ ബോർഡിൻ്റെ ഗ്രീൻ കളർ അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഗ്രീൻ കളർ പോകും, അല്ലെങ്കിൽ വേറെ കളറൊക്കെ പോയി പോകും. പിന്നെ എനേബിൾ ആക്കിയിട്ട് താഴെയുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കീകളാണത്. അത് സെലക്ട് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം.
നമ്മൾ ഏത് കളറാണോ സെലക്ട് ചെയ്യുന്നത് ആ കളറിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് നമ്മളെ ഫ്രെയിമിൽ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ കട്ടായി പോകും കേട്ടോ, അത് ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും വീഡിയോസോ പിക്ചറോ ആഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ നമ്മൾ ഈ ലെയർ നമ്മൾ ഇത് ക്രോമ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ലെയറിൽ വെക്കണം. എന്നാലേ കട്ട് ചെയ്യുമ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെ ഫ്രണ്ടിലാണല്ലോ വരിക, ക്രോമ ചെയ്യുന്നതിൻ്റെ ഫ്രണ്ടിലാണ് വരിക. അപ്പോൾ നമ്മൾ ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യം വരും. പിന്നെ ഇതാകുമ്പോൾ നമ്മൾ ബാക്കിൽ അതിൻ്റെ വലുപ്പം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ചിലപ്പോൾ കൂടിപ്പോയാലും പ്രശ്നമില്ല, അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഈ കണ്ടൻറ്റ് കാണൂ, പുറത്തേക്കുള്ള ഭാഗം കാണൂല, അത് ബാക്ക്ഗ്രൗണ്ടിലുണ്ടാവുക. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് TV സ്ക്രീനോ വിൻഡോസോ ഒക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു സൈഡിൽ ഇതേപോലെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വേറൊരു ക്ലാസ്സിൻ്റെ ഭാഗം അതിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഇത് ഞാനൊരു വീഡിയോ ആണ്, അതിങ്ങനെ പ്ലേ ചെയ്യും നമ്മളെ പ്ലേ ഗ്രൗണ്ടിൽ. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ എത്തിയിട്ടുണ്ടാവും വിചാരിക്കും അല്ലേ? ഓക്കെ, ഇനി ഇതേപോലെ വീഡിയോ ചെയ്യാം, എനിക്ക് മെസ്സേജ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക, വാട്സപ്പ് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളോട് പറഞ്ഞുതരാനുണ്ട്. ഇത് സിമ്പിളായിട്ട് ഏതൊരാൾക്കും ഒരു പ്രൊഫഷണൽ എഡിറ്ററെ പോലെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ബൈ.